ചെയ്യുന്നു. ഫ്രാഗർ നേച്ചർ ഫിലിം ക്രിയേഷൻസും ഇൻ അസോസിയേഷൻ വിത്ത് പൂയപ്പള്ളി ഫിലിംസ് ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫുൾ ടീമുണ്ട്. ആൻ മാഡം, പ്രൊഡ്യൂസർ അലക്സ് സാർ, രഞ്ജിത്ത് സജീവ്, പ്രിയപ്പെട്ട ജോണിച്ചാരൻ, സാഗീഷ. അപ്പോൾ നമുക്കിങ്ങനെ തുടങ്ങാം. സംവിധായകനാണ് ഈ ഒരു നമ്മൾ അറിഞ്ഞ ഒരു സാധനമാണ് ഈ ഒരു സബ്ജക്റ്റ് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് വരാനുള്ള കാരണങ്ങളെ സബ്ജക്റ്റിലേക്ക് വരാനുള്ള ഒന്നാമത്തെ കാരണം ഞാൻ എൻ്റെ രാജ്യത്തെയും അല്ലെങ്കിൽ എൻ്റെ നാടിനെയൊക്കെ ഭയങ്കര സ്നേഹിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായ ചില ഈ 2-3 വർഷം മുന്നേ ഉണ്ടായ ചില കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്താലോ. കാര്യം അതുമാത്രമല്ല, നമ്മൾ കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് തലങ്ങളിൽ ഒരുപാട് ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് അതൊരു പോയിന്റിലേക്ക് പോയി എത്തിയിട്ടില്ല എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിനൊരു സ്പേസ്, എപ്പോഴും സിനിമ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒപ്പം നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനൊരു ചിന്ത വന്നപ്പോഴാണ് ഇങ്ങനൊരു പരിപാടിയിലേക്ക് നോക്കുന്നത്. അങ്ങനെ അലക്സ് സാറായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ സാറിൻ്റെ സൈഡിൽ നിന്ന് സാറൊരു വേറൊരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്ത് പ്രൊഡ്യൂസേഴ്സിൻ്റെ എത്തി. അപ്പോൾ ഒരുപോലെ നമുക്കത് ഒരു നല്ല സിനിമ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബിസിനസ്, ഓഫ് കോഴ്സ് അത് തന്നെയാണ് സിനിമയുടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നല്ലൊരു സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്നത് കറക്റ്റ് സമയത്ത് ഞാൻ പോയി ലാൻഡ് ചെയ്തത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും ചേട്ടൻ ചോദിച്ച പോലെ ഇത് ഇപ്പോഴല്ല ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം നടക്കാൻ പോകുന്നത്. ആഫ്റ്റർ 5 years 10 years അതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ ഇടയിൽ ഇപ്പം തന്നെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇത് നല്ലതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് കുറേ നാൾ മുന്നേ. സ്റ്റിൽ ഇത് ഭയങ്കര വലിയ പ്രോബ്ലമാണ്. അതെന്താണെന്നുള്ള കറക്റ്റ് നമുക്ക് സിനിമ അറിയാം. ഉറപ്പായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ചില ആൾക്കാർ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതെന്താണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ള, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ നമ്മളതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ശരിയാണ്, ഇത്ര ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, നിങ്ങൾ ഈ പുറത്തുനിന്ന് കാണുന്ന ആ മോഡിയൊന്നും അല്ല, ഇതൊന്നും അല്ലാത്ത അപ്പുറത്തൊരു ലോകമുണ്ട്, ഇതിൽ കുറേ ആൾക്കാർക്ക് കുറേ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്നുണ്ട്. ദൂരം നമ്മളിവിടെ നാട്ടിലറിയാത്ത കുറേ കാര്യങ്ങൾ പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് സിനിമ വിജയത്തിൽ പോയിപ്പോയി പ്രിൻസ് അടുത്ത സൂപ്പർ ഹിറ്റിലേക്കുള്ള എനിക്കങ്ങനെ തന്നെ തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മളുണ്ടല്ലേ ഓടുത്ത സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്ന വലിയ കാര്യമാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയും. കാരണം ഇതിൻ്റെ തീം, ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരു വീട്ടിലൊരാൾക്കെങ്കിലും റിലേറ്റഡ് ആകുന്ന വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ സംസാരിക്കുന്ന, പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആരും പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സാധ്യതയുണ്ട്. അച്ഛനും മോനുമായിട്ടാണല്ലോ സിനിമയില് ഇപ്പൊ മിക്ക ആളുകളുടെ അച്ഛനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛനും മോനുള്ള കോമ്പങ്ങളുണ്ട്. സിനിമ കണ്ടിട്ട് നമ്മൾ തീരുമാനിച്ചു ഇപ്പം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നല്ല കോമ്പായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനടുത്തിരിക്കുന്നത്. കാരണം അന്ന് തുടങ്ങിയ ആ അടുപ്പം ഇന്നും ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മകൻ തന്നെയായിരുന്നു രഞ്ജിത്ത്. രഞ്ജിത്ത് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷണൽ മുഹൂർത്തങ്ങളും രഞ്ജിത്തിന് ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിലെല്ലാം അഭിനയിക്കാറുണ്ട്. എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ കൂടുതലുണ്ട്. കുറച്ചൊന്നും ഒരു നാട്ടിൻപുറത്ത് പരിപാടികൾ, പിന്നെ ഇമോഷൻ, ആക്ഷൻ, ഡാൻസ് ഉണ്ട്, ചെറിയ ലൈറ്റർ ഹ്യൂമർ ഉണ്ട്. ഇപ്പം എല്ലാം ഉള്ളൊരു പടമാണ്. അപ്പം രഞ്ജിത്ത് ഭയങ്കര രസമായിട്ട്, ഇപ്പം ഞാനുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സ്ക്രീൻ ഡ്യൂറേഷൻ ഉള്ളത് ഞാനും രഞ്ജിത്തും തമ്മിലാണ്. അത് രഞ്ജിത്ത് ഭയങ്കരമായിട്ട് എന്നെ പോലെ ഭയങ്കരമായിട്ട് രസമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഒരിക്കലും പോലും ഒരു രഞ്ജിത്ത് പോകാൻ ഒരു റീടേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് വെൽ സ്റ്റഡീഡായിരുന്നു രഞ്ജിത്ത്. പിന്നെ ആരും നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു അനുകൂല സാഹചര്യമായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ. ഇത് നിങ്ങളുടെ എല്ലാം പൂർണ്ണമായി സപ്പോർട്ടാണ്. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞില്ല നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു ഒരാളെങ്കിലും വെച്ച് ഈ സിനിമയിൽ ഒരാളുണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരാളുണ്ടാവും. ഇപ്പം ഹൈദരാലി
എൻ്റെ പേരൻസോ ഹൈദരാലിയുടെ ആൾക്കാരോ ആഗ്രഹിച്ച ഒരു സ്ഥലത്തായിരിക്കില്ല ഹൈദരാലി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അല്ലേ? പക്ഷെ ഹൈദരാലി ഹാപ്പി ആയിരിക്കും. അപ്പം നമ്മൾ ഹാപ്പിയാണോ വീട്ടുകാർ ഹാപ്പിയാണോ? വീട്ടുകാർ ഹാപ്പിയാണോ നമ്മൾ ഹാപ്പിയാണോ? അപ്പോൾ പിന്നെ വേണം നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടുകാരെ ഹാപ്പിയാക്കാൻ വേണ്ടി നമുക്ക് വളരെ സഫർ ചെയ്യാം, ഇല്ല വീട്ടുകാർക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി സഫർ ചെയ്യാം. ഇങ്ങനെ ഒരു ഞാൻ പറയും സ്നേഹം കൊണ്ടുള്ള പരസ്പരമുള്ള ഒരു മത്സരമാണ് ഈ സിനിമ. നോർമലി ഇപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കോളേജ് സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി പ്രേക്ഷകം ഒന്നെങ്കിൽ ഒരു ലവ് സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോളേജ് രാഷ്ട്രീയം, അങ്ങനത്തെ ഒരു സിനിമകളായിരിക്കും. അങ്ങനെ ഒരു ക്ലീഷ്യ ബ്രേക്ക് ചെയ്യുന്ന ആണെന്നൊരു ഫീലിംഗ് ആ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടി. ശരിക്കും അങ്ങനെയാണല്ലേ? പിന്നെ ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മളുടെ ഇവിടെ ഇപ്പോൾ യൂത്തിന്റെ സിനിമ എന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലോ, യൂത്തിന്റെ സിനിമ എപ്പോഴും ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ കുറച്ച് ഇടി വയലൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സിനിമകൾ വിജയിക്കുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒരുപാട് 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ ഒരു വയലൻസിന് മാത്രമാണ്, അതല്ലാതെ കുറേ ആൾക്കാരുണ്ട്, കുറേ നല്ല പിള്ളേരുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മുടെ യൂത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ പെരുമ്പളം എന്നാണ് എൻ്റെ നാട്ടിൽ പേര്. അവിടെ ഈ ക്ലബ്ബുകൾ പിള്ളേരുടെ PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നൈറ്റ് അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പോലീസിലേക്കും അല്ലെങ്കിൽ LD ക്ലർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ ലവ് സ്റ്റോറിയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത്. ഇതിൽ നമുക്ക് യൂത്തിന് വേറൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് പക്ഷേ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയുടെ ഇടയിൽ കൂടി പറഞ്ഞു പോകുന്ന സബ്ജക്റ്റാണ്. ഇത് റിലീസ് ചെയ്തിരിക്കുന്ന ദിവസവും പക്ഷേ എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന പോലെ ശരിക്കും ഒരു എന്താ പറയുക കൂട്ടി ഒരു ഏറ്റുമുട്ടൽ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഏറ്റുമുട്ടലിനേക്കാൾ അപ്പുറത്ത് നമുക്ക് നമ്മുടെ സിനിമയിൽ നല്ല വിശ്വാസമുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം മാറ്റി വെച്ചിരുന്നെങ്കിൽ സേഫ് ഇല്ല, അങ്ങനെ ഒരു തോന്നലില്ല. ഐ മീൻ അങ്ങനെ അത് വെല്ലുവിളിയൊന്നുമല്ല, അങ്ങനത്തെ ഒരു പരിപാടിയല്ല നമ്മൾ. കാരണം വെച്ചാൽ നമ്മളുടെ കോൺഫിഡൻസ് വെച്ചാൽ നമ്മളുടെ കൂടെ വരുന്ന ഒരു സിനിമയും നമ്മുടെ ജോണറിൽ പെട്ടല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സിനിമ കണ്ട് തീരുമ്പോൾ നിങ്ങളായാലും അത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസമാണ്. നിങ്ങളായാലും ഒന്ന് ചിന്തിക്കും, ഓ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടല്ലേ, ഓ ശരിയാണല്ലേ, അത് തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സക്സസ്. എനിക്കിപ്പം ജോലിച്ചേട്ടൻ പറയുന്നത് കണ്ടതാണ്, ഈ സിനിമയിൽ എല്ലാം ആക്ഷനുണ്ട്, ഇമോഷനുണ്ട്. എനിക്ക് താങ്കളുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൽബ് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമയിലേക്ക് ഞാൻ എന്നത് താങ്കൾ ഇമോഷൻ എനിക്ക് വർക്ക് ചെയ്യുന്ന കൽബാണ്. അതിന് വേറെ സിനിമകൾ വരുന്നത് ഇതിൽ ഇപ്പോൾ അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് ഈ സിനിമയുടെ ക്യാരക്ടറാണ് പറയുന്നത്, ഒരു ഇമോഷൻ വർക്ക് ചെയ്യുമ്പോൾ ജോലിച്ചേട്ടന് തന്നെ എൻ്റെ ഒരു വലിയൊരു വേദന ഉണ്ടായിരുന്നു. അത്തരം ഒരു സീനുകൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു തോന്നുന്നത്? വീട്ടിലെ തൊട്ടടുത്ത് അമ്മയാണ് ഇരിക്കുന്നത്, എന്താണ് തോന്നിയത്? അതെ അതെ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഒരുമിച്ചുള്ള സ്ക്രീൻ ടൈം ഉള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ്, സെക്കൻഡ് ഹാഫിലെ കുറച്ച് പരിപാടിയിലോട്ട് കുറച്ചും കടക്കുന്ന ഈ കഥ. അപ്പം അതിൽ ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന മൂമെന്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലെന്ന് പറയുമ്പോൾ കോമഡിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഇമോഷൻ സീക്വൻസിൽ ചിലപ്പം ജോൺ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, അത് ഞാൻ ചിലപ്പോൾ അറിയാതെ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും, അത് ക്യാമറ ക്യാപ്ചർ ചെയ്ത്. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഒരുപാട് ഡൈനാമിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുക, ഈ 4 പടങ്ങൾ ഞാൻ ചെയ്തത് എന്നെ ഒരു ആക്ടറായിട്ട് ഏറ്റവും യൂസ് ചെയ്ത 2 പടങ്ങൾ കൽബും ഒരെണ്ണം UK ആയിരിക്കും. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഹോപ്പ്ഫുള്ളി ഓഡിയൻസും അങ്ങനെ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. പക്ഷേ ശരിക്കും എന്നെ ഒരുപാട് ഒരു ആക്ടറിന്റെ നിലയിൽ എന്നെ യൂട്ടിലൈസ് ചെയ്ത് ചാലഞ്ച് ചെയ്ത ഒരു പടം തന്നെയാണ് UK. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോണിച്ചേട്ടൻ പറഞ്ഞതല്ല, എനിക്കൊരു സന്തോഷം ചിലപ്പോൾ എന്റെ പേരൻസിനായി എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ താങ്കൾ എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം ഈ സിനിമ കാണുമ്പോൾ താങ്കൾക്കാണ് ഉണ്ടാകുന്ന അച്ഛനും അമ്മയ്ക്കായിരിക്കും ഉണ്ടാവുക. എനിക്കൊന്ന് രണ്ടും അവർക്കൊരു പ്രൗഡ് മൊമെന്റ് തന്നെ. കാരണം ഞാൻ ശരിക്കും ഒരു BTech ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് കഷ്ടിച്ചത് പാസ്സായത്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു രണ്ടുപേരും. എന്ത് പറഞ്ഞാൽ ഈ കലാമേഖലയിലൂടെ എനിക്കുള്ള ഒരു പാഷൻ അവർ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. കാരണം സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് നിലവരെ എത്താൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു തിരിച്ചറിവ് കാരണമേ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പെർസ്യൂ ചെയ്യാൻ ഒരു മേഖല കിട്ടിയത്. സോ അത് എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു ഗ്രാൻഡ് എടുക്കത്തില്ല. ഏത് പടങ്ങൾ ചെയ്താലും ഞാൻ എൻ്റെ ബെസ്റ്റ് എഫേർട്ടാണ് പുട്ട് ചെയ്യുന്നത്. ഇതുവരെ നല്ല സ്വീകരണം കിട്ടിയത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നു. സോ നോക്കാം. ജീവിതത്തിലും കൊടുക്കൽ വാങ്ങുന്നുണ്ട്. അതെ അതെ, ഉറപ്പായിട്ടും. അതെ, ഇത് ശരിക്കും ഈ പടം മൊത്തം ഒരു കോമൺ മാൻ്റെ സ്ട്രഗിൾസ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും ഒരുപാട് അനുഭവങ്ങളും ഇന്ന് കാണാൻ പറ്റുമെന്ന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. വീട്ടിലെ അച്ഛനും ഈ അച്ഛനായിട്ടുള്ള വ്യത്യാസം അല്ല, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും അച്ഛന് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. കാരണം അച്ഛൻ്റെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. അപ്പോഴത്തേക്ക് പക്ഷെ പുള്ളീൻ്റെ ഉള്ളിലൊരു ഫയറുണ്ട്. അത് പുറത്ത് പറയാൻ ഒരു ധൈര്യമല്ല, പക്ഷെ
ആ സമൂഹം പുള്ളിനെ അനുവദിക്കുന്നില്ല. കാരണം പുള്ളി എന്തോ അടക്കി പിടിച്ച് ജീവിക്കും അച്ഛന് വേണ്ടി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് കാണുന്നത്. കാരണം ഇപ്പൊ പുള്ളിക്ക് എന്തായാലും ഇത് നേടിയാലേ പറ്റത്തുള്ളൂ. അതാ ആ ക്യാരക്ടർ ആർക്ക്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് ഞാനൊരു ആക്ടർ ആവണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ശരിക്കും പറഞ്ഞിട്ട് നീ ഒരു ഡിഗ്രി എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറ്റുന്നതിന് നീ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ അത് എൻ്റെ ഇതിൽ ഇത് ഓഡിയൻസ് തീരുമാനിക്കുന്ന നീ നിലനിൽക്കണോ വേണ്ടോ എന്ന്. പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നത് അത്ര സപ്പോർട്ട് ചെയ്യാം, നീ പോയി ചെയ്ത് നോക്കെന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് തന്നു. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിൽ ഇറങ്ങി തിരിച്ചത്. അതെ. ജോണി ചേട്ടാ ഇവിടെ ജോണി ചേട്ടാ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു വീട്ടിലെങ്കിലും ഇത് ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഓരോ സിനിമകളും അങ്ങനെയാണ്. ഇപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നടന്നിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മിപ്പിക്കുന്ന പല കഥകളും കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ സിനിമകൾ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ UK പോലത്തെ ചിത്രങ്ങൾ വരണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചിത്രങ്ങൾ ഇനി മിസ് ചെയ്യുന്നുണ്ടോ മലയാളത്തിൽ? ഇല്ല, ഒരു കാലത്തും മിസ് ചെയ്യില്ല. കാരണം UK ഇപ്പോൾ വരുന്നു, അടുത്ത വേറൊരു സിനിമ വരും. ഉറപ്പായിട്ടും നമ്മളെപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തികച്ചും സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ കുട്ടി മോൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാ സിനിമകളിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോവില്ല. കാരണം ജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരം എന്ന് പറഞ്ഞില്ല, പക്ഷേ ജീവിതത്തിന് തന്നെ ഒരു വേറിട്ട ഒരു ആവിഷ്കാരം തന്നെയാണ് സിനിമ. സിനിമ എന്നും സന്ദേശം കൊടുക്കുന്നു, മെസ്സേജ് കൊടുക്കുന്നു, സിനിമകൾ വരും. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമെന്ന് മാത്രം. നമ്മൾ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി സിനിമ എടുക്കാറില്ല. ഇപ്പം UK അങ്ങനെയാണ്. നമ്മൾ ഒരു മെസ്സേജിലൂടെ അങ്ങനെയല്ല, ആളുകളെ രസിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു ഫൈനൽ ഒരു ത്രില്ലിംഗ് രസമുള്ള ഗംഭീര സിനിമ തന്നെയായിരിക്കും. ഒരു മോട്ടിവേഷൻ നമുക്ക് തോന്നും, എന്തിലൊക്കെ കൊള്ളാലോ എന്ന് തോന്നുന്ന സംഭവമുണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ സ്റ്റോറിയാണ്. യൂത്തിന് ഭയങ്കരമായിട്ട് വർക്കാവും. അതായത് ശരിക്കും ഞങ്ങൾ റീലിനകത്ത് കണ്ടത് ദിലീപേട്ടനായിട്ട് രാജ സിനിമയുടെ എക്സ്പീരിയൻസ് ആയിട്ട് ദിലീപേന്റെ അനുഗ്രഹം മേടിക്കാൻ പോയതൊക്കെ റീലിൽ കണ്ടായിരുന്നു. ദിലീപേന്റെ ഫാനാണോ? അതെ അതെ, തീർച്ചയായിട്ടും ആണ്. കുഞ്ഞിലെ ഞാൻ ഡൈ ഹാർട്ട് മീശമാധവൻ ഫാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ, കാരണം ഇതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാന്ന് തോന്നി. അപ്പൊ ഡാൻസിലായാലും ശരി, ഒരു ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരാളാന്ന് തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു UK എന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളുള്ള ഒരു കാര്യമാണ് UK. അപ്പോൾ അതിന്റെ ഷൂട്ട് ആയിക്കോട്ടെ, ഷൂട്ട് കഴിഞ്ഞുള്ള പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ഞാൻ ആ എനർജറ്റിക് ആയിട്ട് നിന്നതും ഒക്കെ അതിനോട് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് കൂടെയാണ്. പിന്നെ ഡാൻസർ ആയതുകൊണ്ട് എല്ലാ സ്റ്റേജിലും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പം കയറി ഡാൻസ് കളിക്കും. പിന്നെ അതെ, അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. അത് പടം ഇറങ്ങി അത് ഓഡിയൻസ് സ്വീകരിക്കുന്ന വരെ ഉണ്ടാവും. ചോദിക്കണം, ഒരു ദിലീപിന്റെ ഫാനുകളാണെന്ന് പറഞ്ഞു. അപ്പൊ പലപ്പോഴും ദിലീപേട്ടൻ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഒരു ഫാൻകൾ എന്നുള്ള ലെവലിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ, വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആരെയും അങ്ങനെ സിനിമകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ, സിനിമകൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുമ്പോഴേ അത് സിനിമ വർക്ക് ആവാത്തതുകൊണ്ട് ഓഡിയൻസ് ഉറപ്പായിട്ടും വിമർശിക്കും. അപ്പം അത് ദിലീപേട്ടൻ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരും എന്നുള്ളത്, തിരിച്ചു വരാൻ എങ്ങും പോയിട്ടില്ല. പക്ഷെ എന്നാലും ദിലീപേട്ടൻ ഇനിയും ഇതേപോലെ കലക്കിക്കൊണ്ടിരിക്കും എന്ന് അറിയാം. പുള്ളിക്കാരന്റെ സിനിമകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും, അത് ഓഡിയൻസ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ്. ഇതാണ് കണ്ടു. അതെ, പോയില്ലല്ലോ എങ്ങും. അതോടെ പറവച്ചേ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയാം. അത് പറയുന്നില്ല. കണ്ടിട്ട് ദിലീപിനെ അഭിനന്ദിക്കാൻ എത്തിയിരുന്നു നമ്മുടെ സെറ്റില്. അതെ, ഞാൻ ചെന്നിരുന്നു. പ്രിൻസ് കണ്ടതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി ദിലീപനെ കണ്ടു. ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞു. നേരിൽ തന്നെ പറയണമെന്ന് തോന്നി. പറഞ്ഞു. ഈ സിനിമയിൽ എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ നായകൻ? നായകൻ അടിപൊളിയാണ്. നായകനുമായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. രഞ്ജിത്തുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പോയി ചേട്ടാന്നൊക്കെ വിളിച്ചു, ഒന്ന് ബഹുമാനിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെ രഞ്ജിത്ത് പറഞ്ഞു അങ്ങനെ ഒന്നും വിളിക്കണ്ട, എന്നെ രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പിന്നെ ഡാൻസ് പ്രാക്ടീസ്, പിന്നെ ഷൂട്ട്, പ്രൊമോഷൻസ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമ്പനി ആയത് പ്രൊമോഷൻ ടൈമിലാണ്. സോ അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. രഞ്ജിത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഇറങ്ങിയ സിനിമകളിൽ രഞ്ജിത്തിന്റെ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്? സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോളമാണ്. പക്ഷെ രഞ്ജിത്തിന്റെ പേഴ്സണൽ പെർഫോമൻസ് വൈസ് എനിക്ക് ഖൽബാണ് കുറച്ചുകൂടി ഇഷ്ടമായി. പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സണലി സിനിമ UK വെച്ചിട്ട് രഞ്ജിത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതായിട്ടാണ് തോന്നുന്നത്.
നായിക ബേസിക്കലി ഒരു ഡാൻസറാണ്. UK ഒക്കെയിലേക്ക് വരുമ്പം ഡാൻസ് ചെയ്യാനുള്ള എബിലിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതീക്ഷിക്കുകയാണ്? അതെ, ഇപ്പം സിനിമയുടെ രസമാല എന്നൊരു സോങ് റിലീസായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഫുൾ ലെങ്ത് ഡാൻസ് സോങ് ആണത്. അപ്പോൾ അത് മാക്സിമം ആക്ച്വലി സിനിമയിൽ എൻ്റെ എൻട്രി ആ സോങ് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഓഡിഷനൊക്കെ കഴിഞ്ഞ് കൺഫേം ആയതിനു ശേഷം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ഒരു ചെറിയ സ്ക്രിപ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിലും എനിക്കൊരു ഭാഗമാവാൻ പറ്റി. സന്തോഷം. മേഡം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മോൻ പറഞ്ഞൊരു കാര്യത്തിൽ നിന്നാ മോനെ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. മോന്റെ ആഗ്രഹം ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഈ പോകുന്ന ജീവിതം പോലെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ മോനെ മറ്റൊരു കലാകാരൻ എന്ന നിലയിൽ മോനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. സിനിമയുടെ ഒരു അഭിനയം കഴിഞ്ഞ ഒരുപോലെ സിനിമ റിലീസ് കൂടുതൽ എന്തൊക്കെയായിരിക്കും സംസാരിക്കാറുണ്ട്? ഞങ്ങൾ കുടുംബമായിട്ട് കലയെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം ഞങ്ങൾ 2009 നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യുന്നത്. പ്രണയമാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഫിലിം. അന്ന് രഞ്ജിത്ത് തീരെ കുഞ്ഞായിരുന്നു. പക്ഷേ രഞ്ജിത്ത് കൊച്ചിലെ തൊട്ട് ഒരു ആർട്ടിസ്റ്റാണ്. അവൻ നടക്കുന്നതിന് മുമ്പേ ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ അനുഭവം. മ്യൂസിക്കിനെ പറ്റിയാണെങ്കിലും ആർട്ടിനെ പറ്റിയാണെങ്കിലും നല്ലപോലെ വരയ്ക്കും. സോ ആർട്ടിസ്റ്റ് ഒത്തിരി പുള്ളിക്കാരൻ്റെ രഞ്ജിത്തിൻ്റെ ലൈഫിൻ്റെ ഒരു വെരി സെൻട്രൽ കോർ ആസ്പെക്റ്റാണ്. അപ്പം കൊച്ചിലെ തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു ആർട്ടിസ്റ്റാണ്. ബട്ട് അവൻ പഠിത്തത്തിൽ ഇൻ്റലിജൻ്റ് ആണ്. പക്ഷേ അക്കാഡമിക്കലി ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അവൻ്റെ ഏറ്റവും ഹാപ്പി സ്പേസസ് പെർഫോമിങ്. ആ സമയത്താണ് അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു സ്പേസ്. പഠിത്തം ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഒരു ആക്ടറിൻ്റെ ഒരു സ്പേസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഒരു ഫീൽഡാണ്. അതിൽ നമുക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫോൾ ബാക്ക് ചെയ്യാനായിട്ടൊരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഞങ്ങൾ പേരൻസിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചോ. പക്ഷേ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡാൻസ് ക്ലബ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പം പെർഫോമിങ് പാരലലി എപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. കോളേജ് എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വർക്ക്ഷോപ്സ്, മൂവീസ്, ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പം ആർട്ടിനെ മനസ്സിലാക്കി രഞ്ജിത്തിൻ്റെ കഴിവും അവൻ്റെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും മനസ്സിലാക്കി ഞങ്ങൾ പിള്ളേരുടെ ഐ ഹാവ് 2 kids. രഞ്ജിത്താണ് മൂത്തത്, എൻ്റെ മോളാണ്. പുള്ളിക്കാരി നല്ല പാടും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആർട്ടിസ്റ്റിക് ടാലൻസിനെ ഞങ്ങൾ എപ്പോഴും എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ആസ് പേരൻസ് ചെയ്തിട്ടുണ്ട്. കൽപ്പ് വേണ്ടത്ര തിയേറ്ററിൽ നമുക്ക് വിജയം കിട്ടും. OTT വന്നപ്പം ഏറ്റവും നമ്പർ സിനിമയായിട്ട് മാറി. ആ സമയത്തൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രഞ്ജിത്തിന്റെ അഭിനയം ഞാൻ ഇപ്പോഴും അതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കൽപ്പ്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ അവസാന സിനിമ എൻ്റെ കണ്ണ് നിറയുന്ന സീനുകളായിരുന്നു. അത് ഞാൻ വീണ്ടും ചെയ്യണം. അന്ന് തിയേറ്ററിൽ പരാജയപ്പെടുന്നു, പിന്നീട് OTT നല്ല വിജയം വരും. ആ സമയത്ത് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന നിലയിലും അല്ലാതെ ഒരു നല്ല സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം, ഇത് രണ്ടും ഒരു വലിയ വിഷമം തന്നെയാണ്. അപ്പം തിയേറ്ററിൽ അത്ര ഒരു സക്സസ്ഫുൾ റൺ ഇല്ലായിരുന്നു. അപ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഭയങ്കര ഒരു സ്ട്രോങ് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയാൽ ഇറ്റ് വിൽ ടേക്ക് ഓഫ്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിറ്റഡ് ആയിട്ട് ഇറങ്ങിത്തിരിഞ്ഞ് സിനിമ തിരിച്ചെടുത്ത് OTTയിൽ നമ്മൾ പിച്ച് ചെയ്ത് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റെസ്പോൺസ് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു നല്ല സിനിമ യങ്സ്റ്റേഴ്സും ചിൽഡ്രൻ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച് ഏറ്റെടുത്ത് ഒത്തിരി സന്തോഷം. ഇതുപോലെ എത്രയോ സിനിമകൾ തിയേറ്റേഴ്സിൽ ചിലപ്പോൾ റൺ കിട്ടാതെ ആൾക്കാരിൽ എത്തിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല സിനിമകളെ എല്ലാവരും, മീഡിയ ആണെങ്കിലും നിങ്ങളെല്ലാവരും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഒത്തിരി ഹാർഡ് വർക്ക്, ഏത് സിനിമയുടെ പിന്നിലും ഒത്തിരി ടെക്നീഷ്യൻസ്, കാസ്റ്റ് ആൻഡ് ക്രൂ, പ്രൊഡക്ഷൻ, ഒത്തിരി ആൾക്കാരുടെ ഹാർഡ് വർക്കും സമയവും എഫേർട്ടും എല്ലാം പോയിട്ടുണ്ട്. അപ്പം നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക.
UK ഒരു ശരിക്കും നമ്മളുടെ കേരളത്തിൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അത് യങ്സ്റ്റേഴ്സ്, പേരൻസ്, നമ്മുടെ സമൂഹം, നമ്മുടെ ലീഡേഴ്സ്, നമ്മൾ ഓരോരുത്തരും എല്ലാവരും പറഞ്ഞ പോലെ യുകെയിലെ ഓരോ വ്യക്തികളും നമ്മുടെ എല്ലാ വീടുകളിലും ഒരാളെങ്കിലും കാണും. യങ്സ്റ്റേഴ്സിൻ്റെ ഓരോ ഇമോഷൻസ്, ഫാദർ സൺ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അത് കാരണം നമ്മൾ തന്നെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറേ ഇമോഷൻസ്, ഡ്രീംസ്, അങ്ങനത്തെ കുറേ ആസ്പെക്ട്സ്. പിന്നെ നമ്മളുടെ നാട് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുവാണ് ഈ സിനിമ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം, നിങ്ങളുടെ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം, വിജയിപ്പിക്കണം. ഡയറക്ടർ ഇതിനു മുമ്പ് ചെയ്ത് ഉപചാരം ഉണ്ടേ, അപ്പൊ അത് നല്ല റെസ്പോൺസുകൾ കിട്ടിയ ഒരു ചിത്രമായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ റീൽസ് ആയിട്ട് നല്ല ഹ്യൂമർ വർക്കൗട്ട് ചെയ്തൊരു ചിത്രമായിരുന്നത്. അങ്ങനെ ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ജോണർ അത് ഇത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള പറഞ്ഞ പോലെ ഒരു തിയേറ്ററിൽ കാണുമ്പോൾ വാവ്, അല്ലെങ്കിൽ ഒരു ഇരിക്കുന്ന എഴുന്നേറ്റ് കൈയടിക്കാനുള്ള മോമെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത് ചലഞ്ചിങ് ആണ്. എത്രത്തോളം ചലഞ്ച് ഉണ്ടായിരുന്നു ഇങ്ങനൊരു സിനിമ, ഒരു സേഫ് സോണിൽ നിന്ന് ഇങ്ങനൊരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് തോന്നാൻ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എപ്പോഴും എല്ലാ സംവിധായകരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം. ഇപ്പോൾ ഗുണ്ടജയൻ ഒരു ലോക്കൽ കല്യാണ വീട്ടിൽ നടക്കുന്ന ഞാൻ വെഡിങ് വീഡിയോഗ്രാഫറായിരുന്നു. ഞാൻ കണ്ട കാഴ്ചകൾ ഒപ്പിയെടുത്ത് ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളാണ് എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്. അങ്ങനെ ഒരു ഹ്യൂമർ സിനിമയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അതുപോലെ തന്നെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് എനിക്ക് ഒരുപാട് അങ്ങനത്തെ സിനിമകളും കഥകളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഒരു ത്രില്ലറൊക്കെയാണ് മനസ്സിൽ ആലോചിച്ചത്, അതല്ലാണ്ട് വേറൊരു സിനിമ ആലോചിച്ചു. പക്ഷേ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളുടെ ചില അനുഭവങ്ങൾ, ചില എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചില തീരുമാനങ്ങളാണ് എന്നെ ഇങ്ങനൊരു കാര്യം ചിന്തിപ്പിച്ചത്. അപ്പോൾ ഈ സിനിമ ചിന്തിച്ച് തുടങ്ങി നമുക്ക് ഓഫ്കോഴ്സ് അതിലേക്ക് മാറാനൊരു ഇങ്ങനത്തെ സിനിമ ചെയ്യണോ വേണോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും ആ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ ജോണി ചേട്ടനെ പോലത്തെ ആൾക്കാർ, അങ്ങനത്തെ നമുക്ക് ഇതിലേക്ക് ആവാം എന്നുള്ള കോൺഫിഡൻസ് വന്നപ്പോൾ നമ്മളാ നേരത്തെ പറഞ്ഞ ആ കാര്യമൊക്കെ മറന്നുപോയി. ഇതുപോലത്തെ സിനിമ ഇത് സേഫ് ആവുമോ, അത് വിട്ടു. പിന്നെ നമ്മൾ ഓരോ സിനിമയും നമ്മൾ ചെയ്യുമ്പോൾ ഇത് വലിയ വിജയമാവും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ സംവിധായകരും. പിന്നെ അതിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷൻ സപ്പോർട്ട് വേണ്ട ഒരു സിനിമയാണ്. കാര്യം ഇതുപോലത്തെ ഒരു കണ്ടന്റ് നമ്മൾ പറയുമ്പോൾ അതുപോലത്തെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് വേണം. ആ സപ്പോർട്ട് ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഗുണ്ടജയൻ സിനിമയാണെങ്കിൽ ഭയങ്കര സേഫാണ്. അതുപോലത്തെ സിനിമയാണെങ്കിൽ എപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെല് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഹ്യൂമറും ലവ് സ്റ്റോറിയൊക്കെ. ഇത് അതുപോലത്തെ ഒരു സിനിമയല്ല. പക്ഷേ ഈ സിനിമ ചെയ്തതിൻ്റെ പേരിൽ അരുൺ വൈകാന്തുണ്ട് എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. മറ്റന്നാൾ സിനിമ റിലീസാണ്. അതിൻ്റെ റിസൾട്ടൊക്കെ ദൈവത്തിൻ്റെ പ്രേക്ഷകരുടെയും കയ്യിലാണ്. പക്ഷേ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള തോന്നലുകൊണ്ട് എനിക്ക് നേരത്തെ പറഞ്ഞ ടെൻഷനില്ല. ഇപ്പം പഴയ കാലമല്ല, ഇപ്പം തിരിച്ചു വരാൻ അല്ല, ഞാൻ പണ്ടും അങ്ങനെ സിനിമയോട് പാഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ തുടർച്ചയായിട്ട് സിനിമ എടുത്തിട്ടില്ല. ഞാൻ 95-ലാണ് ആദ്യത്തെ സിനിമ ചെയ്യുന്നത്, മുതു ഡോക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറവത്തുറുക്കനവ്, കേരട്ടൻ 10. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു ചിത്രമാണ് രക്ഷാധികാരി വൈജുവെപ്പ്. അപ്പം നല്ല സിനിമകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പം എന്നോട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്റർ ആരാണ് ഞാൻ പറയും ശ്രീനേട്ടനാണെന്ന് പറയും. സന്ദേശം സിനിമയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമ. അപ്പം ഒരു ഗ്രൗണ്ട് നഷ്ടപ്പെടുന്ന കഥയാണ് രക്ഷാധികാരി വൈജുവെപ്പ്. അപ്പോൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു നൊമ്പരം. അപ്പോൾ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു ആ സിനിമ. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടന്റ് ഭയങ്കര റിലവൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതൊരു കൊമേഴ്ഷ്യലി എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ PK സജീവിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളെല്ലാവരും നാട്ടുകാരാണ്, ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമയെ പറ്റി ചിന്തിക്കുന്നതും ഇങ്ങനെ ഒരു സിനിമ നടപ്പിലാവുന്നതും. അപ്പോൾ ഈ സിനിമ എനിക്ക് വളരെ ഉറപ്പുണ്ട്, ഈ സിനിമ കണ്ടിട്ട് ആരും ഇറങ്ങിയിട്ട് പറയില്ല അയ്യേ എന്തായി കാണിക്കും, ഒരിക്കലും പറയില്ല. അപ്പോൾ അത് ഓൾറെഡി അങ്ങനൊരു അഭിപ്രായം ഇപ്പം കണ്ടവരും കഥ കേട്ടവരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് ഇപ്പം ഇന്ന് കേരളത്തിലെ ചില പ്രമുഖ വ്യക്തികളുടെ മുമ്പിൽ നമ്മളൊരു പ്രിവ്യൂ നടത്തിയിരുന്നു. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അപ്പോൾ അതിൽ ഒരാൾ വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരു 4-5 വർഷമായി പല വേദികളിലും പ്രസംഗിച്ച് നടക്കുന്ന ഒരു വിഷയം നിങ്ങൾ വെറും
2 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് അത് അതിൻ്റെ ഏറ്റവും കോർ ഏറ്റവും അതായത് കൺവിൻസിങ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു, ഹാറ്റ്സ് ഓഫ് ടു യു എന്ന് പറഞ്ഞു. കൈയടിച്ച് പുള്ളി നമുക്ക് അപ്പോൾ അതിൽ വലിയ ഒരു അഭിമാനമില്ല. ഇപ്പോൾ സിനിമ ഓടുകയോ ഓടാതിരിക്കുകയോ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളുണ്ട്, മാറ്റിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ മാറ്റിവെച്ച് വന്നതാണ്. പക്ഷെ നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുന്നതിനും പുതിയ പടങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ കൊണ്ടുപോവുകയും നിവൃത്തിയുള്ളൂ. പക്ഷെ അത് വേണ്ട. അപ്പം നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പം മലയാളികൾ എന്നുള്ള നിലയിൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളെല്ലാവരും ഈ സിനിമയെ സാധാരണ ഇപ്പോൾ ഇതെല്ലാം പ്രൊമോഷൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ പോലും ഈ സിനിമയ്ക്ക് നിങ്ങൾ ഒരു സ്പെഷ്യൽ സപ്പോർട്ട് തരണം. കാരണം ഇത് നമ്മുടെ വിഷയമാണ്, ഈ നാടിൻ്റെ വിഷയമാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ ഒരു പ്രൊഡ്യൂസറും ഇന്നത്തെ കാലത്ത് തയ്യാറാവില്ല. കാരണം അതിൽ കൊമേഴ്ഷ്യൽ സൈഡുണ്ട്. ഇതൊരു ചെറിയ സിനിമയല്ല. നല്ല പൈസ മുടക്കിയിട്ട് 10-70 ദിവസം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്ത് അത്രയും പെർഫെക്ഷനോട് കൂടി ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും യുണൈറ്റഡ് അതൊരു ചെറിയ സിനിമ, ആർട്ടിസ്റ്റ് അങ്ങനെ നോൺ ആർട്ടിസ്റ്റ് ഒന്നുമില്ല അപ്പോൾ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇതങ്ങനെയല്ല. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അഡീഷണൽ സപ്പോർട്ട്, ഒരു അഡീഷണൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിന് പ്രൊമോഷന് വേണ്ടി ഉണ്ടാവണം. കാരണം ഇതെല്ലാം നമ്മുടെ കഥയാണ്, കേരളത്തിൻ്റെ കഥയാണ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും, നിങ്ങളും സുഹൃത്തുക്കളും എല്ലാവരെയും സിനിമ കണ്ട് ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് ഇതെല്ലാം. അന്ന് സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നുമില്ല താങ്കളുടെ കാലം. പക്ഷെ അന്നൊക്കെ ഈ സിനിമ താങ്കളുടെ വിജയത്തിലേക്ക് എത്തുമ്പോൾ ഒറ്റ ദിവസം വെള്ളിയാഴ്ച എന്നുള്ള ദിവസം റിലീസ് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇന്ന് വെള്ളിയാഴ്ച എന്ന ദിവസം റിലീസ് കഴിഞ്ഞാൽ പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ വരും. ആ സിനിമയെ നന്നാക്കാനും ദോഷമാക്കാനും ആളുകൾ. അല്ല, ഞാൻ റിവ്യൂ ചെയ്തിട്ട് ഒരു സിനിമയും ഇവിടെ നന്നായിട്ടില്ല. നല്ല സിനിമകൾ ഓടും. ഏത് സിനിമ നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുള്ളത്? എന്താ ഒരു മോശം സിനിമ റിവ്യൂ ചെയ്ത് ഏതാണ്? ഒരു ഉദാഹരണം പറയൂ. മോശപ്പെട്ടൊരു സിനിമ റിവ്യൂ ചെയ്ത് നന്നാക്കിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു സിനിമയുടെ പേര്. ചിലപ്പോൾ ഒരു നല്ല സിനിമയെ മീൻസ് മോശപ്പെട്ട ശ്രമങ്ങൾ ഉണ്ടാവാം നല്ല, പക്ഷേ നല്ല സിനിമ എന്തും മലയാളികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ ഓടും. അത് നല്ല റിവ്യൂ കൊടുക്കണമെന്നുമില്ല. ആളുകൾ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഗ്യാപ്പൊന്നുമില്ല. ഞാനിടയ്ക്ക് നമ്മൾ കുറച്ച് ഒരു റിസോർട്ടിൻ്റെ കാര്യമായിട്ടൊക്കെ അതിൻ്റെ അതാണെന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്കൊരു സിനിമ ഒരു ബിസിനസ് അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമ ഒരിക്കലും ഒരു ബിസിനസ് അല്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു പച്ചയായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ, അതായത് ഈ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വേണം സിനിമയിൽ പൈസ മുടക്കാൻ. 1 രൂപ പോലും തിരിച്ചു കിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ പിരിമ്പട്ടിയെങ്കിലും ബാക്കി കിട്ടും, തലവെച്ച് കിടമെന്ന് ഉറങ്ങാൻ. ഇപ്പോൾ അതുപോലും ഇല്ല. അതാണ് അവസ്ഥ. ആ സമയത്ത് അങ്ങനെയാണല്ലോ, പെട്ടി ചുമന്നുകൊണ്ട് പോകുന്ന അവസ്ഥ. 10 രൂപ എടുക്കുമ്പോൾ അതായിരുന്നു. പക്ഷെ ഇപ്പോൾ അതുപോലും ഇല്ല. നമുക്ക് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാട്ടെ, ഞാനെടുത്ത സിനിമയാണ് പെട്ടിയിൽ ഇരിക്കുന്നു. ഇപ്പോൾ അതുമില്ല സാധനം. അപ്പോൾ അതാണ് സിനിമയുടെ വ്യത്യാസം. പിന്നെ അന്ന് ഈ സോഷ്യൽ മീഡിയാസ് ഇങ്ങനെ ഇല്ലല്ലോ. നമ്മൾ 90-ലെ 2017 പോലും ഇത്ര സ്ട്രോങ് അല്ല സോഷ്യൽ മീഡിയാസ്. അപ്പോൾ അതാണ് സിനിമയുടെ ഒരു. അപ്പം ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, അതേപറ്റി ഞങ്ങൾ ഇങ്ങനൊരു സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ചപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം വളരെ സത്യമാണ്. ഇങ്ങനൊരു സിനിമ കാലത്തിൻ്റെ ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ ആരും ധൈര്യപ്പെട്ടില്ല. ഞാൻ ഓണസ്റ്റ്ലി ഞാൻ പറയുക, ഇങ്ങനൊരു സിനിമ എടുക്കാൻ ഇന്നത്തെ കാലത്ത് ആരും ധൈര്യപ്പെട്ടില്ല. അപ്പോൾ ആ ധൈര്യം കാണിച്ച ഞങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കണം. അതെ അതെ, താങ്ക് യു. ജോണി ചേട്ടാ, അപ്പൊ അതിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ റിവ്യൂ സിസ്റ്റത്തിന്റെ കാര്യം നമ്മൾ കുറെ നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അസീസിക്ക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ വന്നിട്ട് ഞാൻ ആദ്യം കണ്ടില്ല, പിന്നെ എൻ്റെ കൂട്ടുകാർ കണ്ടതിന് ശേഷമാണ് ഞാൻ നേരിട്ട് പോയി കണ്ട അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റം, അതിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ റിവ്യൂ സിസ്റ്റം കാരണം സിനിമകളെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടത് എന്ന് ചേട്ടൻ പൂർണ്ണ വിശ്വസിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഏറെക്കൊരു ഉത്തരവാണ് അച്ഛൻ പറഞ്ഞത്. ഒരു തീർച്ചയായിട്ടും മൗത്ത് പബ്ലിസിറ്റി ഇല്ല, ഏറ്റവും വലിയ പബ്ലിസിറ്റി. അതിനെ വലിയൊരു പബ്ലിസിറ്റി ഇല്ല. പിന്നെ കുറച്ച് നാൾ വെളിച്ചത്തെ ഇട്ടാക്കാൻ പറ്റുമെന്ന് എന്നാൾ പറഞ്ഞു വന്നേ. കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് വെളിച്ചം അനുഭവപ്പെടും. അതായിരുന്നു കറക്റ്റെന്ന് പറയും. പറഞ്ഞ ആൾ തെറ്റാന്ന് മനസ്സിലാക്കും. ആളുകൾ ജനം തിയേറ്ററിലേക്ക് കയറുന്നത് അവർക്ക് രസിക്കാനുള്ള ഉണ്ടോ
സംഗതി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ ഓരോ പടത്തിൽ നിന്ന് ഓരോന്ന് പ്രതീക്ഷിക്കും അല്ലേ. ഇപ്പൊ ദിലീപിന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്ന് എന്താണോ ദിലീപ് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, അപ്പം അത് അനുഭവപ്പെട്ടതല്ലേ. മോനൊരു കോംപ്ലിമെന്റ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യൻ സത്യം. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ കണ്ടു. പേരെന്നാ? നിബിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയട്ടെ, അങ്ങേക്ക് ഒരുപാട് ഉത്തരങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പരിവാർ സിനിമയിൽ വേറെ ആളുകളായിരുന്നു, നിങ്ങളെ തന്നെ പ്രൊഡക്റ്റായിരുന്നു. പുതിയ പുതിയ ആളുകൾക്ക് ഒരു ടൈം കൊടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പുതിയ സംവിധായകർക്ക് സമയം കൊടുക്കുന്നു. അങ്ങനെ ഇനിയുള്ള ഒരു യാത്രയും അങ്ങനെ തന്നെയാണോ? സിനിമയിൽ എസ്പെഷ്യലി ഈ കാലത്ത് ഒത്തിരി ടാലൻസ് നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് ഞങ്ങളുടെ മോനാണ്. രഞ്ജിത്തിന് നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. അവൻ്റെ കഴിവ് അവൻ്റെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും പെർഫോമൻസിലായിരിക്കും അതിൻ്റെ സക്സസ്. ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പം ഞങ്ങൾ ശരിക്കും സിനിമ, അലക്സ് പറഞ്ഞ പോലെ വേറെ കുറേ മേഖലകളിൽ ബിസിനസ്സുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾക്ക് സിനിമ എന്ന് പറഞ്ഞതൊരു മണി മേക്കിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല, ഒരു ബിസിനസ് മാത്രമായിട്ടല്ല. അതിലൊരു സ്നേഹവും പാഷനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫിലിം പ്രൊഡക്ഷനിലോട്ട് വരുന്നത്. അലക്സ് പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ പൈസ ചെലവാക്കുന്നു, ഒരു 10-100 ദിവസത്തിനകം വലിയൊരു തുക ചെലവാക്കുന്നു. പക്ഷെ അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു 100% ഗ്യാരണ്ടി ഒരിക്കലും നമുക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുമ്പം, അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ടെക്നീഷ്യൻസിനെ ചൂസ് ചെയ്യുമ്പം നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചൂസ് ചെയ്യുന്നത്. കോണ്ടന്റ്, ഫസ്റ്റ് തിങ് കോണ്ടന്റ്. എന്തുകൊണ്ട് നമ്മൾ ഈ കോണ്ടന്റ് ചെയ്യണം? നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചിലപ്പോൾ ഈ സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടത് എനിക്കൊരു ധൈര്യക്കുറവും ഇല്ല ഈ സിനിമ എടുക്കാൻ. ബിക്കോസ് നമ്മളൊരു മെസ്സേജ് മാത്രം കൺവേ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിനെ നമുക്ക് ഒരു ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും. പക്ഷേ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പം അതിൽ സിനിമ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ്, ഇമോഷണൽ ഫാക്ടേഴ്സ്, കാണാൻ വിഷ്വലി ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, ഇതെല്ലാം കൂടെ ചേർന്നാണ് കമേഴ്ഷ്യലി ഒരു സക്സസ്ഫുൾ മൂവി ആവുന്നത്. അപ്പം ഈ ആസ്പെക്ട്സിനെല്ലാം നമ്മൾ ആവശ്യത്തിന് ഉള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഈ സിനിമയിൽ കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല ഇമോഷണൽസ് മോമെൻറ്റ്സ് ഉണ്ട്, യൂത്തിനെ അഡ്രിനാലിൻ പമ്പ് ചെയ്യാനുള്ള കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം കമേഴ്ഷ്യലി എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു സിനിമ തന്നെയാണ് UK. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിൽ ഇതിലും കുറേ ന്യൂ ആർട്ടിസ്റ്റിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സാരംഗിയുടെ ഫസ്റ്റ് ഫിലിമാണ്. ഞങ്ങൾ നമ്മുടെ പ്രോജക്ട്സിലെല്ലാം ന്യൂ ടെക്നീഷ്യൻസ്, ന്യൂ ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റിനെല്ലാം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഒരു ആർട്ടിസ്റ്റിനെ ബ്ലൂം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം. സോ ആസ് എ ബാനർ ഫ്രേഗ്രന്റ് നേച്ചർ ക്രിയേഷൻസ്, ഫിലിം ക്രിയേഷൻസ്, ഞങ്ങൾ എപ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോം ഫോർ ഡിസേർവിംഗ് ടാലൻസ് തീർച്ചയായിട്ടും കാണും. പുതിയ ആളുകൾക്ക് സമീപിക്കാം. അപ്പം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ കോൺസെപ്റ്റും എല്ലാ ക്രിയേഷനും അരുൺ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ടൈറ്റിലിലോട്ട് വരുമ്പം ഞങ്ങൾക്ക് കുറേ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ ഒരു കോൺസെപ്റ്റ് വെരി റെലവൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ, വെരി റെലവൻറ്റ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ് ഇത്. നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. അപ്പം ഈ കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്തതും ആ ക്യാച്ചി, ഒരു സിനിമയുടെ ടൈറ്റിൽ ക്യാച്ചി ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ. അപ്പോൾ ആ സബ്ജക്റ്റിനെ ഉൾക്കൊള്ളുന്ന ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലിലോട്ട് എത്തിച്ചേർന്നു. അരുൺ വേഗ അതിലൊത്തിരി
സിനിമ സ്ക്രിപ്റ്റ് ചെയ്യുന്നതും അതിനെ ഈ രീതിയിലാക്കി എടുക്കാനും. പിന്നെ നമ്മളെല്ലാവരും ടീം വർക്കാണ്. അലക്സും സജീവും എൻ്റെ ഹസ്ബൻഡ് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഫിലിമിനോടുള്ള പാഷൻ, അങ്ങനെ ഞങ്ങൾക്കൊരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ പറ്റി വലിയ സന്തോഷമുണ്ട്. അപ്പോൾ UK OK, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കണം. 23rd കമ്മിങ് ടു തിയേറ്റേഴ്സ്. രഞ്ജിത്ത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഒരു യുദ്ധത്തിൽ നിന്നാണ് അന്ന് വന്നത്. അത് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു, അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അന്ന് നേരിട്ട് കാണുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നേരത്തെ UK പ്രൊമോഷൻസിന് വേണ്ടി വന്നു. പക്ഷെ ഞാനുള്ള സമയത്ത് അവിടെ മോക്ക് ഡ്രിൽസ് നടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു 8 മണി തൊട്ട് 10 മണി എല്ലാ ഇലക്ട്രിസിറ്റി കട്ടാവും ഹോട്ടലിൽ നിന്ന്. പിന്നെ അവിടെ ഒരുപാട് പൊടിക്കാറ്റും ഉണ്ട്. പക്ഷെ എന്നാലും മൊത്തം ക്രൂ ഒന്നുകൂടി റീസ്റ്റേബിലൈസ് ചെയ്ത് നമ്മൾ ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. കാരണം ഞങ്ങൾ ഒരു 10 ദിവസം ഷൂട്ട് ചെയ്തു. ഇനിയും കുറച്ച് 3 മാസം ബാക്കിയുണ്ട്. കാരണം ഇതൊരു വലിയ പ്രോജക്റ്റാണ്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, ഇങ്ങനത്തെ തടസ്സങ്ങൾ വന്നാൽ നല്ല പ്രൊഡക്റ്റ് വരത്തുള്ളൂ. കഷ്ടപ്പാടില്ലാതെ ഒന്നും നേടാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും. നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കേണ്ട ഒരു പടമായി ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര ബിഗ് സ്കെയിൽ പടമാണ്. സോ ഒബ്വിയസ്ലി നമ്മൾ അതിന് എല്ലാവരും നമ്മൾ ഫുൾ കാസ്റ്റിംഗ് ക്രൂ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ തിരിച്ച് ഷൂട്ടിലോട്ട് പിന്നെയും മടങ്ങും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതൊരു വലിയ സിനിമയാണ്. അതെ, വലിയൊരു സിനിമയാണ്. രഞ്ജിത്തിനെ സംബന്ധിച്ചോളം അപ്പോൾ ഈ സിനിമകൾ വരുന്നവർ മുന്നിൽ ഒരേ സിനിമകൾ വരുന്നുണ്ട്. രഞ്ജിത്തിനെ മറ്റ് പ്രൊഡ്യൂസർമാർ, മറ്റ് ഡയറക്ടർമാർ രഞ്ജിത്തിനെ വേണ്ട പോലെ മലയാള സിനിമയിൽ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ വല്ലതും തോന്നാറുണ്ട്? ഇല്ല, ആക്ച്വലി ഞാൻ ഇപ്പോൾ തമിഴ് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സൺ പിക്ചേഴ്സിന് വേണ്ടി. പിന്നെ വേറൊരു മലയാളം പടത്തിന്റെ ഷൂട്ട് തുടങ്ങി. പിന്നെ അതിപ്പം കുറച്ചൊന്ന് ഒരു സ്കെഡ്യൂൾ ബ്രേക്ക് എന്തോ വന്നേക്കൊന്ന് കൺഫേം ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാനത്ത് നിന്നാൽ നമ്മൾ ഒരു സമയത്ത് നിന്നാൽ അവിടെ തന്നെ നിൽക്കണമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു പുതിയ ആളും നമ്മൾ തട്ടി മാറ്റി നമ്മളെ പ്ലേസ് എടുക്കാം. നമ്മളെപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഇരിക്കണം, തയ്യാറായിട്ടിരിക്കണം പണിയെടുക്കാൻ വേണ്ടി. ഐ മീൻ ഞാനിപ്പം 3 പടങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇതാണ് 4ാമത്തെ പടം. എൻ്റെ സമയം വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് എൻ്റെതായ ഒരു അടയാളം മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കണം. അതിൻ്റെ ഒരു വാശിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ഇവിടുത്തെ എൻ്റെതായിട്ട് ഒരു അടയാളം ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. സോ ആ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അല്ല, ഉറപ്പായിട്ടും ഞാൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് നമ്മുടെ ഒരുപാട് പെയർ സീക്വൻസസ് ചിലപ്പം ഡയലോഗ് പറയുന്ന രീതിയായാലും ചില ഇമോഷൻ പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തി സസ്റ്റെയിൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ ഞാൻ ആ സീൻ അഭിനയിക്കുമ്പോൾ ഞാനത് ഓർക്കാറില്ല. പക്ഷേ പുള്ളി ഇത്രയും എക്സ്പീരിയൻസ് ആണ്. പുള്ളി എപ്പോഴും എന്നോട് പറയാറുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ മോനിപ്പം ഇങ്ങനെ തന്നെ ചെയ്ത കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്ത കുറച്ചുകൂടെ വിഷ്വലി സമയം ചിലപ്പം കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ സമയം കിട്ടും. അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ശരിക്കും ഞാൻ ഭാഗ്യമായിട്ട് കരുതുന്നത്. ഇപ്പം എൻ്റെ കഴിഞ്ഞ 2 പടങ്ങളായാലും സിദ്ദിഖിനോട് വർക്ക് ചെയ്യാൻ പറ്റി, ഇത്രയും വെറ്ററൻ ആക്ടർ. ഇപ്പം ജോൺ ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നല്ലൊരു പുതിയ ആക്ടർ തന്നെയാണ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ്, ഇത്രയും വെറ്ററൻ ആക്ടേഴ്സിൻ്റെ കൂടെ ഇത്രയും ഇൻഡസ്ട്രി ഇത്രയും നാളുള്ള ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസും ഗൈഡൻസും കിട്ടാവുന്നത് നിസ്സാര കാര്യമില്ല. അത് ഞാൻ എല്ലാ പടത്തിലും ഞാൻ ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അടുത്ത പടത്തിലോട്ട് പോകുന്നത്. സോ ഒരു വലിയ ഭാഗമായിട്ട് ഞാൻ കരുതുന്നത് മൊത്തമായിട്ട്. എനിക്ക് ആ ഒരു സാധനം അതൊരു പോയിന്റാണ്. എനിക്കിവിടെ നിൽക്കണം, എനിക്ക് തെളിയിക്കണം, അങ്ങനെ ഒരു വലിയ ധൈര്യത്തോടുകൂടിയാണ് രഞ്ജിത്ത് പറയുന്നത്. ആ ഒരു കലാകാരൻ പറയുകയാണ്. അതൊരു എനിക്കൊരു ഫീൽ ചെയ്തുകൊണ്ട് തന്നെ പറയാം. ആ കലാകാരന്റെ ആഗ്രഹമാണ് മലയാള സിനിമയിൽ എൻ്റെ ഒരു പേര് അടയാളപ്പെടുത്തണമെന്ന് പറയാൻ. ഒരു സീനിയർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താ തോന്നുന്നത് ആ ഒരു വാക്കിൽ? ഞാൻ പറഞ്ഞ നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അതായത് രഞ്ജിത്ത് സിനിമ അല്ലാതെ വേറൊന്നും ചിന്തിക്കുന്നില്ല. നേരത്തെ തന്നെ സീൻസ് മനസ്സിലാക്കുന്നു, എല്ലാം കൃത്യമാണ്, സമയത്ത് കൃത്യമായി വരുന്നു. അതിനുവേണ്ടി ഭയങ്കര ഡെഡിക്കേഷനാണ്. ഇതിനെ ഉഴപ്പാനല്ല. എനിക്കൊന്നു രഞ്ജിത്ത് ചിലപ്പോൾ പഠിച്ചു വേറൊരു നിലയിലൊക്കെ എത്തേണ്ട ആളായിരിക്കാം. പക്ഷേ രഞ്ജിത്ത് തീരുമാനിച്ചത് മതി എന്ന് തീരുമാനിച്ചു. ഇവിടെ ടോപ്പായിട്ട് എത്താനുള്ള ഹാർഡ് വർക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും രഞ്ജിത്ത് ഇപ്പം പറഞ്ഞതിനും വേണ്ടി രഞ്ജിത്തിനെ എവിടെ നമ്പരെ കൊണ്ടെത്തിക്കും. അതിനുള്ള അറിയാം, ഉഴപ്പൊന്നുമില്ല. ഇപ്പം നമ്മളൊരു എന്താണ് നമ്മുടെ മക്കളിലൊരു വിശ്വാസം, നമ്മുടെ മക്കൾ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ പറ്റിച്ചാലും നമുക്ക് ഇതെന്താണ് അഭിനയിക്കുന്നില്ല, വേറെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്നു, എന്നിട്ട് നടനാകണമെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഫുൾ നിങ്ങൾ ഫൈറ്റ് കണ്ടില്ലേ, എക്സ്പീരിയൻസ് എല്ലായിടത്തും ആളാന്ന് പറയുമോ, ഡാൻസ് കണ്ടില്ലേ എന്ന് പറയുമോ. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഇമോഷണൽ സീൻസും മറ്റുള്ളതല്ല. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഉറപ്പാണ്, ഞാൻ കൂടെ നിന്ന് നോക്കിക്കണ്ട,
കുറേ ആളുകളെ ഇതിനു മുമ്പ് നോക്കിക്കണ്ട ആണെന്നുള്ളതിൽ ഞാൻ ഉറപ്പ് തരുന്നു. മലയാള സിനിമയ്ക്ക് മികച്ച ഒരു വാഗ്ദാനം തന്നെയായിരിക്കും നെക്സ്റ്റ്. ഞാൻ സൂചിപ്പിക്കുന്നതല്ല, സൂചിപ്പിക്കുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് ആളുകൾ ഇഷ്ടപ്പെടും, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. രഞ്ജിത്ത് ബ്രോ, അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടെ എവിടെ? ആ, ഓക്കെ. കാരണം ജോണിച്ചേട്ടനെ പോലുള്ള ആക്ടേഴ്സ് ഇങ്ങനെ ഒരു കമന്റ് തരിക എന്നുള്ളത് ഒരു ബ്ലെസ്സിംഗ് ആണ്. ഒരു ആക്ടറുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പം താങ്കളെ പോലെ എനിക്ക് പേഴ്സണലി നല്ല പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ആക്ടറാണ് താങ്കൾ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പം ശരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ, കാരണം മലയാളത്തിൽ തന്നെ ഇതേപോലെ പല ആക്ടേഴ്സ്, കേരളത്തിലുള്ള ആക്ടേഴ്സ് വന്നിട്ട് സ്പേസ് കിട്ടാതെ മറ്റ് ലാംഗ്വേജിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരുപാട് ആക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റ് ലാംഗ്വേജ് ഇച്ചിലൂടെ എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാൻ സ്പേസ് കിട്ടുന്നതാണ് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിപ്പം ഒരു തമിഴ് പടം ചെയ്തെങ്കിലും എനിക്ക് ശരിക്കും ഈ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങി തിരിച്ചത്. കാരണം ഞാനിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി വളരെ ചെറിയ ഇൻഡസ്ട്രി, പക്ഷെ നമ്മുടെ കോണ്ടന്റ് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അറിയുന്ന ഒരു ക്വാളിറ്റി ഒരു കോണ്ടന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കതിൻ്റെ ചിലപ്പോൾ നമുക്ക് അധികം റിസോഴ്സസ് ഇല്ല, അത്രയും വലിയ ബഡ്ജറ്റ് ഒരു മറ്റേ അന്യഭാഷ ലാംഗ്വേജസ് എടുക്കുന്ന ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടി. സോ എനിക്ക് എപ്പോഴെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രീനെ ഒരു നില വരെ എത്തിക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ട്. കാരണം നമുക്കതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും നമ്മുടെ ആക്ടേഴ്സ് ആയാലും നമ്മുടെ മൊത്തം ക്രൂ ആയാലും, പക്ഷേ നമുക്കതിൽ റിസോഴ്സസ് ഇല്ല. സോ നമ്മളിങ്ങനെ നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, നല്ല കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചു വന്നിരുന്ന എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിക്കപ്പെടും. പിന്നെ ആ ശ്രദ്ധ കൊണ്ട് നമുക്ക് കുറച്ചും റിസോഴ്സസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഡെഫിനറ്റ്ലി എനിക്ക് അത്യാവശ്യത്തിൽ ഞാനൊരു മലയാളിയാണ്. എനിക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കാൻ താല്പര്യം. അതെൻ്റെ ഒരു വ്യൂ പോയിന്റ്. UK ഒക്കെ ട്രെയിലർ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഓയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ കമന്റുകളാണ്. അല്ലെങ്കിൽ തലവിനെ പറ്റിയാണെങ്കിലും ഗോളത്തെ പറ്റിയാണെങ്കിലും മെൻഷൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല, 2 സിനിമകളാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം ഒരു പുതിയൊരു നടനുള്ള നിലയ്ക്ക് ഇപ്പൊ ഇത്ര ആളുകളുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവര് ഒരു ആസ്പിറന്റ് ആക്ടറാണ്. അപ്പം ഇവരുടെ ഒരു സപ്പോർട്ടിന് തിരിച്ചൊരു മറുപടി അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ട് അവരോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കാരണം എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടതൊരു പ്രേക്ഷകരെ തീരുമാനിക്കുന്ന ഒരു നടൻ അവിടെ നിലനിൽക്കണോ വേണ്ടോ എന്ന്. കാരണം ഇവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ കൊച്ചിലെ കണ്ടു വളർന്ന ആക്ടേഴ്സും സിനിമകളും ഞാൻ ഒരു കൊച്ചിനൊരു എന്നെ ഇൻസ്പയർ ചെയ്തു ഈ മേഖലയിൽ ഒരു കാല് വെക്കാൻ വേണ്ടി. അതുപോലെ എനിക്ക് ഒരാളെയോ വ്യക്തികളോ എനിക്ക് ചെയ്യാൻ പറ്റി, അത് വളരെ ഭാഗ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ ആക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമും ഇൻഫ്ലുവൻസും നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരു ക്യാരക്ടർ മതി അത് ചിലപ്പം അവരുടെ മനസ്സിൽ പറ്റിയിരിക്കാൻ വേണ്ടി. ഇപ്പം എനിക്ക് കൽബ്, കാരണം ഇപ്പോഴും ഞങ്ങൾ മിനിഞ്ഞാന്ന് കോഴിക്കോട് ബീച്ചിൽ പോയായിരുന്നു പ്രൊമോഷന് വേണ്ടി. ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും കുഞ്ഞു പിള്ളേർ വന്ന് എന്നെ കാൽബോ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേരറിയത്തില്ല, പക്ഷെ എനിക്ക് അത് മതി സത്യം പറഞ്ഞാൽ. കാരണം ആ ക്യാരക്ടർ അവരുടെ നെഞ്ചിൽ പന്നി ഇരിക്കുക. അത് ശരിക്കും വേറെ ഒന്നും എനിക്ക് വേണ്ട. കാരണം ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അതിനേക്കും കാലം നമ്മുടെ ക്യാരക്ടേഴ്സിനെ അവർ അപ്രിഷിയേറ്റ് ചെയ്യുക, ആ ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളുക, അത് മതി സത്യം പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കാരണമാണ് ഞാൻ നിലനിൽക്കുന്നത്. ഇനിയും എനിക്ക് നല്ല പടങ്ങൾ ചെയ്ത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യണമെന്നുണ്ട്, ഒരു ആക്ടറായിട്ട് വളരണമെന്നുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ ഇതുവരെ ചെയ്ത പോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ജേർണിയിൽ മുന്നോട്ട്. അത്രയും പറയാനുള്ളൂ. അപ്പൊ എന്തായാലും സിനിമ വലിയൊരു വിജയം മാറട്ടെ. നല്ല സിനിമകൾ ഒരിക്കലും മലയാളികൾ കൈവിട്ടിട്ടില്ല. ഇത് അതുപോലൊരു വലിയൊരു ഹിറ്റായി മാറട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. മേഡം അച്ഛനും പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഇതൊക്കെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേയാണ്, UK ടീമിൻ്റെ ഒരു ബർത്ത്ഡേ. ഓക്കെ, താങ്ക് യു.